ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. ഇന്ത്യ പോസ്റ്റിന് കീഴിൽ വന്നിരിക്കുന്ന പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. GDS ഡേറ്റ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതിന് ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ദിവസം നമ്മൾ 2 വീഡിയോസ് ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ നോർക്ക റൂട്ട്സ്, നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയിൽ വരുന്ന ഒരു കമ്പനിയാണ് നോർക്ക റൂട്ട്സ്. അവിടെ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനേഴ്സിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LSGD തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ IT സപ്പോർട്ട് കം എഞ്ചിനീയർ പോസ്റ്റിലേക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവിടേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് KDSകിൽ ജോലി നേടാവുന്ന ഒരു അവസരമാണ്. ലക്ഷങ്ങളാണ് ശമ്പളം വരുന്നത്, മാസ ശമ്പളം തന്നെ 1.5 ലക്ഷം രൂപയോളം വരുന്ന ഒരു ജോബാണ്. 17ഓളം വാക്കൻസീസ് ഉണ്ട്. ജസ്റ്റ് ഒരു ഇമെയിൽ മാത്രമാണ് അയക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ വീഡിയോയും കാണാവുന്നതാണ്. വീഡിയോയുടെ എൻഡിൽ നമ്മൾ എൻ്റെ സ്ക്രീനായിട്ട് ഈ 2 വീഡിയോസും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള എല്ലാവിധ ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസും ഡെയിലി 2 വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓരോ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യ പോസ്റ്റിന് കീഴിൽ വന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻ ആണ്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു ബ്ലോഗ് ഉണ്ടാവും. ഈ ബ്ലോഗിനകത്ത് നിങ്ങൾക്ക് എല്ലാ ഒഫീഷ്യൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാനായിട്ട് പറ്റും. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനുള്ള കാര്യങ്ങൾ തന്നെ വളരെ ഷോർട്ടായിട്ട് നമ്മളൊരു ബ്ലോഗായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു ഗ്രീൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും, ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാനാണെങ്കിൽ ഈ ഒരു ബോക്സിലേക്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് കൊടുത്തിരിക്കുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ലൈവ് ആണ്. 9/10 ലൈവ് ആയിരിക്കുകയാണ്. ആ ലാസ്റ്റ് ഡേറ്റ് ഫൈനൽ സബ്മിഷൻ എന്ന് പറയുന്നത് 29/10 ആണ്. 29-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിന് എക്സിക്യൂട്ടീവ് ആണ് പോസ്റ്റ് വരുന്നത്. പോസ്റ്റിൻ്റെ പേര് എക്സിക്യൂട്ടീവ് ആണ്. 348 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. 348 വാക്കൻസീസ് ഉണ്ട്. ഈ വാക്കൻസീസ് ഇൻക്രീസ് ചെയ്യാനും ഡിഗ്രീസ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വ്യത്യാസമൊന്നും ഉണ്ടായില്ലെങ്കിലും അത്യാവശ്യം ഒരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 6 വാക്കൻസീസ് ആണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. കേരളത്തിൽ 6 വാക്കൻസീസ് അതെവിടേക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ, നിങ്ങൾ എന്താണ് വർക്ക് കാര്യങ്ങൾ എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് വായിച്ചു നോക്കണം. നിങ്ങൾക്കൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/8/2025 വെച്ചിട്ടാണ്. ആൻഡ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ. നിങ്ങൾക്ക് റെഗുലർ ആയിക്കോട്ടെ, ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളൊരു ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് വരെ അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ്. അതിന് എന്നിട്ട് സാലറി വരുന്നത് 30,000 രൂപയാണ്. ഒരു മാസത്തേക്ക് നിങ്ങളുടെ പെർ മന്ത് 30,000 രൂപയാണ് സാലറി വരുന്നത്. അതിനൊരു കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ്. 1 ഇയർ കോൺട്രാക്റ്റ് ആണ് വരുന്നത്. ആൻഡ് ഇത് പിന്നീട് എക്സ്റ്റൻഷൻ ഉണ്ടാവും. 1 വർഷത്തേക്കും കൂടെ എക്സ്റ്റൻഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ദെൻ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് എക്സാമോ ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. അപ്പോൾ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജ് കൊടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് തന്നെ പെർസെൻറ്റേജ് കൊടുക്കുക. അപ്രോക്സിമേറ്റ് കൊടുക്കാതെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് വെച്ചിട്ടായിരിക്കും മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതിൽ നിന്ന് ഒരേ പെർസെൻറ്റേജ് ഉള്ള 2 ആൾക്കാരുണ്ടെങ്കിൽ ബർത്ത് ഡേറ്റ് വെച്ച്, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടായിരിക്കും അതിൽ നിന്ന് സീനിയോറിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ആ രീതിയിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ വരിക. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 750 രൂപയാണ്. ഇതൊരു നോൺ റീഫണ്ടബിൾ എമൗണ്ട് ആണ്. റീഫണ്ടബിൾ അല്ല ഈ ഒരു എമൗണ്ട്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് മുന്നേ നിങ്ങൾ കംപ്ലീറ്റ്ലി ക്വാളിഫൈഡ് ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വളരെ ക്ലിയർലി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. ആൻഡ് ഇതിനകത്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും എവിടേക്കാണ്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലും എവിടേക്കാണ് വാക്കൻസീസ് ഉള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. കേരളയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി,
തിരുവനന്തപുരം, വയനാട്, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ ഇങ്ങനെ 6 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനകത്ത് ഉള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് GDS ഡേറ്റാസ് ചോദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനുള്ളിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. GDS എൻഗേജ്ഡ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്. അപ്പോൾ GDSൽ നിങ്ങൾ GDSൽ ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. അപ്പോൾ കുറേ പേര് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് GDS ഡേറ്റ ചോദിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ വളരെ ക്ലിയർലി കൊടുത്തിട്ടുണ്ട് GDS എൻഗേജ്ഡ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്. നിങ്ങളിപ്പം കറന്റ് GDSൽ വർക്കിംഗ് ആണെന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്റാണ്. അതുകൊണ്ടാണ് അല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. IBPBയിൽ ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പക്ഷെ നിങ്ങൾ GDSൽ എൻഗേജ്ഡ് ആയിരിക്കണം എന്നുള്ളത് വളരെ ക്ലിയർലി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഇതല്ലാണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോസിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനുകളുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ദിവസം 2 വീഡിയോ വീതം നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. താങ്ക്